സോറി, പെട്ടെന്നെടുത്തൊരു തീരുമാനമായി പോയി. നീ വാ. വിട്. ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വിളിക്കാം. വിളിക്കാനോ? ഒരു മണിക്കൂർ മുന്നേ വിളിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? ഓഫീസിൽ തിരക്കുണ്ട്, കേസിന് ഡേറ്റ് ആണ്, കോടതി പോണോന്ന്. പക്ഷെ കേസ് ഇതാണെന്ന് നീ എന്നോട് പറഞ്ഞില്ല. ചീറ്റ് ചെയ്യാ നീ എന്നെ. റിയ, ഞാൻ വന്നിട്ടെല്ലാം പറയാം. എന്താ ഉണ്ടായെന്നെല്ലാം പറയാം. എന്താ നിനക്ക് പറയാനുള്ളത്? വാ ഇങ്ങോട്ട്. ഞാൻ പറയുന്നു. ഞാൻ വന്ന് കയറുമെന്ന് നീ വിചാരിച്ചില്ല അല്ലേ? പക്ഷെ എന്റെ മനസ്സ് അപ്പോഴേ പറഞ്ഞു. നീ ഡൽഹി വിട്ട് പോയപ്പോഴേ തോന്നി ഇത് ചീറ്റിങ്ങാന്ന്. ഈ ദിവസം എന്റെ തോന്നല, എന്നെ കൊണ്ട് തോന്നിപ്പിച്ചതാ, എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചതാ. റിയ, ഞാനും അപർണയും തമ്മിലുള്ള മാരേജ് കുഞ്ഞുനാളിലെ വീട്ടുകാര് പറഞ്ഞു വെച്ചിരിക്കുന്നതാ. 3-4 കൊല്ലം ഒരുമിച്ച് ഒരു മുറി താമസിച്ചിട്ടും നീ ഇതെന്നോട് പറഞ്ഞിട്ടില്ല. എന്തിനു പറയണം? എന്തിനു പറയണമെന്ന്? നിനക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇഷ്ടമുള്ളവര് പരസ്പരം ഒരുമിച്ച് കിടന്നിരിക്കും. നിനക്കും എല്ലാം സമ്മതമില്ലായിരുന്നോ? എന്റെ പൈസ നീ ഉപയോഗിച്ചിട്ടുണ്ട്, പകരം നിന്റെ ഈ ശരീരം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടടി. അതിന്റെയൊക്കെ കണക്ക് അന്നേ കഴിഞ്ഞതാ. അതുകൊണ്ട് നീ നിന്റെ പാടുനോക്കി പൊക്കണം, കേട്ടോടി. ഡൽഹിയിലെ നിന്റെ ഗുണ്ടായ്സ് ഇങ്ങോട്ടിറക്കണ്ട. എന്നെ ട്രാപ്പിലാക്കി എന്റെ കാശടിച്ച് മാറ്റാനാണ് പ്ലാനെങ്കിൽ നടക്കത്തില്ല. ചെക്കൗട്ട് ചെയ്ത് ഇപ്പൊ ഇവിടുന്ന് പൊക്കോണം. ഇത് സ്ഥലം വേറെയാ, കേട്ടോടി. എടാ ബാലു, നിനക്ക് എന്താടാ നാണം കെട്ടുപോയി സത്യത്തിൽ ആൾക്കാരുടെ മുമ്പില്? ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യം വന്നോ? കല്യാണ ചെറുക്കന്റെ കൈ പറിച്ചിട്ട് മോതിരം ചാടിപ്പോയി. എന്തുവാടാ നിനക്ക് ഇത്ര ടെൻഷൻ? എന്റെ മധുവേന്റെ കൈ പറിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കും പ്രഭേ. അവൻ ഇതൊന്നും ശീലമില്ലാത്ത കാര്യമല്ലേ. കൈന്ന് മോതിരം ഒന്ന് തെന്നിപ്പോയി, അതിനെത്ര പറയാൻ എന്തിരിക്കുന്നു? ആമയ്ക്കെല്ലാം അങ്ങ് നിസാരമാണ്. മുടക്കം വന്നാ എന്തുവാ അതൊന്ന് ചിന്തിച്ചേ. ഒരു മുടക്കവും വന്നിട്ടില്ല. പെണ്ണും ചെറുക്കനും അന്യ വീട്ടുകാരൊന്നും അല്ലല്ലോ. കല്യാണത്തിന് മുമ്പ് ഒരു സമയം നോക്കി രണ്ടുപേർക്കും കൂടി കുടുംബക്ഷേത്രത്തിൽ പോയി ഒരു മോതിരം ഇട്ടാ പോരെ? നല്ല രസമായിട്ടുണ്ട്. ഒരാഴ്ച പൂജാമുറിയിൽ വെച്ച് പൂജിച്ച മോതിരം എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടാ മതി. എന്റെ പ്രഭേ, ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. മോതിരം ഇട്ടാലും ഇല്ലേലും ഇവര് മനസമാധാനത്തോടെ ജീവിച്ചു കണ്ടാ പോരെ? അതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്ക്, അത്രേ ഉള്ളൂ. അല്ലേ മോളെ? നീ എന്താ മോളെ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അവളെങ്ങനെ മിണ്ടും? അവക്ക് വിഷമമുണ്ട്. ആദ്യമായിട്ടാ കൊച്ചിന്റെ ചടങ്ങ് നടന്നതാ. അതിന് ഭംഗം വന്ന അതിന് പിന്നെ വിഷമം ഉണ്ടാവില്ല. പിന്നെ എന്റെ കുഞ്ഞമ്മ, എനിക്ക് അങ്ങനെയൊന്നും ഒരു വിഷമവും ഇല്ല. സൊനാലിക്കാര് തന്ന സാരി ചടങ്ങിനൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അത് അഴിച്ചു നോക്കുമ്പോ ഇനി ആദ്യത്തെ പോലെ എന്തോ അതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നേന്ന്. അതെന്തു ആവട്ടെ, അതിന്റെ MD തന്നെ കൊണ്ടു തന്നിട്ട് പോയതല്ലേ. അത് വലിയൊരു കാര്യല്ലേ, അല്ലേ മോളെ? പിന്നെ അത് ഭയങ്കര വലിയ കാര്യമാണ്. ഞാൻ പറയണമില്ല, അഭിപ്രായം പറഞ്ഞ അത് വലിയ കുഴപ്പം. അതൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. ചെറുക്കനും പെണ്ണും നാടും നാട്ടുകാരും കല്യാണത്തിന് വന്നവരും
എല്ലാരും കൂടെ മോതിരവും തപ്പി നടക്കും. ഞാൻ വിളിക്കാവേ. അമ്മി ഇത് നോക്കേ. രുക്കമ്മ ഇത് കണ്ടോ? ആഹാ, നന്നായിട്ടുണ്ട്. ചെറിയമ്മേ ഇത് നോക്കേ. ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ നോക്ക്. ഞാൻ വിചാരിച്ചതിനെക്കാളും നന്നായി. ഈ സൊനാലി ഫാഷൻസ് ഒരു സംഭവമാണെന്ന് പറയുന്ന ഇതുകൊണ്ടാ. അയ്യോ, ഇപ്പൊ സംഭവമായോ? ഇന്നലെ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. മറന്നുപോയോ എല്ലാം? ഇതിപ്പോ എന്തുവാ? പൊങ്ങിയിരുന്ന 4 നൂലും വെട്ടിക്കളഞ്ഞു, കുറെ കല്ലും വാരി പിടിപ്പിച്ചു. ഇതാണ് വലിയ ഫാഷൻ. മോളുടെ സാരി എന്തായാലും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതുപോലെ 2 എനിക്കും കൂടെ ഒന്ന് ചെയ്തു തരണേ മോളെ. അമ്മയ്ക്കിത് എന്തു അമ്മേ? ഇനി വയസ്സാം കാലത്ത് ഫാഷൻ കാണിച്ച് നടക്കാത്ത കുറവേ ഉള്ളൂ. അതിനെന്താ കുഴപ്പം? അപ്പു ചേച്ചിയെ കൊണ്ടേ അമ്മമ്മയ്ക്ക് ഒരെണ്ണം ചെയ്യിപ്പിച്ചാ സൂപ്പർ ആയിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. അല്ല പിന്നെ എവിടെ നോക്കട്ടെ. ആഹാ, നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി കളറ്. ആ, കൊള്ളാം. എന്തു അമ്മേനകത്ത് ഇത്ര കളർ എന്ന് പറയാനായിട്ട്? ഈ കളർ അമ്മ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? ഓ പിന്നെ, നീ ഒന്നും മിണ്ടാതിരിക്കടി. അവരൊരു വിഷസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. എവിടെ നോക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട ആളിനോടൊപ്പം ഏറ്റവും നല്ല ജീവിതം ആശംസിക്കുന്നു. എന്തായാലും ഇത് എഴുതിയ ആള് നല്ല പോയറ്റിക്ക. എന്തായാലും MD ഒരു ചെറുപ്പക്കാരൻ തന്നെയാ. എനിക്ക് ആ MD ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ, അതോർത്തിട്ടാ സങ്കടം. എന്തായാലും ആള് പൊളിയാ. ഇല്ലെങ്കിൽ അയാൾക്ക് നേരിട്ട് വന്ന് ഇതവിടെ കൊണ്ടുതരേണ്ട വല്ല കാര്യമുണ്ടോ? ചില മനുഷ്യരെങ്ങനെയാ, ആകാശത്തോളം ഉയർന്നാലും ഭൂമിയോളം താഴ്ന്നേ നിൽക്കൂ. ഏറ്റവും പ്രിയപ്പെട്ട ആളിനൊപ്പം ഏറ്റവും നല്ല ജീവിതം ആശംസിക്കുന്നു. ആശംസയൊക്കെ കൊള്ളാം, അതുപോലെ ജീവിച്ചു കണ്ടാ മതിയേ. ഇയാള് ഭയങ്കര സിമ്പിൾ ആണെന്നൊക്കെയാ ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇത്ര സിമ്പിൾ ആണെന്നൊന്നും ഞാൻ കരുതിയില്ല. മോളിത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചോ. ഇത് മോക്കെ കല്യാണത്തിനൊടുക്കാം. അതെങ്ങനെ ശരിയാവും? അപ്പൊ സ്വയംവരയിൽ ഓർഡർ ചെയ്ത സാരി എന്തോ ചെയ്യും? ഇത് മതി. മോള് ഇത് കൊടുത്തോണ്ട് ആ കതിർമണ്ഡപത്തിൽ കയറി നിൽക്കേ. വേറെ ആരെയും നോക്കണ്ട. ഇത് കൊടുത്താ നല്ല ഭംഗിയുണ്ടാവും. വരുന്നവരുടെ എല്ലാവരുടെയും കണ്ണുകൂട്ടിരിക്കുമല്ലേ, കണ്ടേച്ചാലും മതി. അല്ലേലും മോളുടെ മനസ്സിലുള്ളതുപോലെ നിശ്ചയത്തിന് ഇടണോന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന സാരിയല്ലേ. ഇനി അത് കല്യാണ പുടവയായി കൊടുക്കാം. മോള് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക്. നമ്മുടെ മോതിരം മോളെ. അമ്മേ, ഓ ഭഗവാനെ, കിട്ടിയല്ലോ. ഞാനാ നേരത്തെ വിളിക്കാത്ത ദൈവങ്ങളില്ല. അത് കൊള്ളാലോ. ഇപ്പൊ പുടവയും മോതിരം ഒക്കെ ഒന്നിച്ചിങ്ങ് വന്നല്ലോ. എന്നാലും ഇതെങ്ങനെ സോനാലി ഗ്രൂപ്പിന്റെ കയ്യിൽ വന്ന്? MD വല്ല മാജിക്കാരനാണോ? അല്ലാതെ ഇയാൾക്ക് ഇത് എങ്ങനെ കിട്ടും? മാജിക് ആണെങ്കിലും മന്ത്രമാണെങ്കിലും മോതിരം തിരിച്ചു കിട്ടിയല്ലോ. ആണാ? അപ്പൊ പുടവയും മോതിരം കിട്ടിയ സ്ഥിതിക്ക് താലിയും കൊണ്ട് വന്നായിരുന്നെങ്കിൽ അങ്ങ് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു, ഒന്നും അന്വേഷിക്കാതെ. വേണ്ടതിനും പറയാതെ മിണ്ടായിരുന്നേ. ഏതായാലും ഇതിപ്പൊ തന്നെ ഇടിപ്പിക്കണം. വേറൊരാളുടെ വിരലിലെ മോതിരിട്ടുകൊണ്ട് നടക്കുന്നത് ശരിയല്ല. അതാ നല്ലത്. പൂജാമുറിയിൽ വെച്ച് നമുക്ക് ആ ചടങ്ങങ്ങ് നടത്താം. നിങ്ങളുടെയൊക്കെ ബോധം ഒരുമിച്ചങ്ങ് പോയോ?
ഇത്രയും തടസ്സങ്ങൾ ഈശ്വരൻ കാണിച്ചു തന്ന സ്ഥിതിക്ക് അമ്പലത്തിൽ ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് വേണം മോതിരം കൈമാറാൻ. ഇവിടുത്തെ പൂജാമുറിയിൽ ഇരിക്കുന്നതും ഭഗവാൻ തന്നെയാ. മോളെ നീ പോയി ചേട്ടനെ വിളിച്ചോണ്ട് വന്നേ. മോളെ നീ അത് വെച്ചിട്ട് വാ. ആ അത് മതി, അതാ നല്ലത്. ഞാൻ പറയാനുള്ളത് പറയും. നടക്ക്. ഇതൊന്നും ശരിയല്ല. ഓ ഒന്ന് നടക്ക് പോ. മോളെ ആ മോതിരം ഇങ്ങോണ്ടാ. ബാലചേട്ടാ, 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 എന്താ? താഴത്തെ ആമി വിളിക്കുന്നു. ആ മാറ്. മോനെ മോന്റെ കയ്യിൽ നിന്ന് പോയ കല്യാണമോതിരം കിട്ടി. ആ. വാ പൂജാമുറിയുടെ മുന്നിൽ നിന്ന് ആ ചടങ്ങ് അങ്ങ് നടത്താം. ഇനി അത് വെച്ച് താമസിപ്പിച്ച് അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാക്കണ്ട. എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, ഞാൻ വരാം. മോനെ എടാ കൊച്ചിനത് ഇട്ടു കൊടുത്തിട്ട് ആ പോടാ. ഞാൻ വന്നിട്ട് ചെയ്യാം. മോളെ നീ ചെന്നവനെ വിളിച്ചേ, ഇങ്ങ് വരാൻ പറ. വേണ്ട അമ്മി, ബാലുവിന് എന്തെങ്കിലും അത്യാവശ്യം കാണും. എന്താ അത്യാവശ്യം? ഇത് കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം മതിന്ന് വെക്കണം. ഇതാ ഇവന്റെ കുഴപ്പം. ഇപ്പൊ ഇത്ര അത്യാവശ്യപ്പെട്ടിട്ട് ഈ ഉരുവിറ്റാൻ പോകേണ്ട കാര്യമുണ്ട് അവന്. ഈ ചെറുക്കന് ഈ പന്ന സ്വഭാവമൊക്കെ എവിടെ നിന്ന് കിട്ടണോ എന്തോ. എന്റെ സ്വയം പ്രഭേ, നീ ഇനി അതി കയറി പിടിക്കണ്ട. നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് ചടങ്ങ് അങ്ങ് നടത്താം. രുക്കുമേഡം എന്തെങ്കിലും ഒരു അഭിപ്രായം പറയൂ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ പഴയകാലത്തിന്റെ അഭിപ്രായങ്ങളാ. ഇപ്പൊ പുതിയ പിള്ളേരുടെ പുതിയ കാലമാ. ഒരുത്തം പോയത് കണ്ടോ? മനസ്സിന് പൊരുത്തം ഉണ്ടെങ്കിൽ ജീവിക്കും, അല്ലെങ്കിൽ കോടതി വരാന്തേ നിരങ്ങി നടക്കും. അത്രേ ഉള്ളൂ. അമ്മ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. മോള് വിഷമിക്കാതെ, അവൻ ഉടനെ വരും. അത്രയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടായിരിക്കില്ലേ വേഗം പോയത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ മോതിരം മാറ്റം ഒരു ചടങ്ങ് മാത്രമല്ലേ? മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ കല്യാണം നമ്മൾ എന്നേ അംഗീകരിച്ചതാ. പിന്നെ ബാക്കിയൊക്കെ വെറും നാട്ടുനടപ്പ് മാത്രം, ശരിയല്ലേ? മോളൊരു കാര്യം ചെയ്, ആ സാരി ഒന്ന് ഉടുത്തേ. ആമിയൊന്ന് കാണട്ടെ. അപ്പോഴേക്കും അവനിങ്ങെത്തും. അവന് നമുക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കാം. പ്രിയ, പ്രിയ, ആമി, നമുക്കേ ആ സൊനാലിയുടെ MD കൂടി കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്യണ്ടേ? അയ്യോ എന്റെ മോളെ, ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ സാരി ഇങ്ങോട്ട് എത്തിച്ചു തന്നെ. എങ്ങനെയെങ്കിലും ഒരു കല്യാണക്കുറി എന്തായാലും അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം. അദ്ദേഹം വരുവോ വരാതിരിക്കോ ചെയ്യട്ടെ. ചെയ്യേണ്ടത് നമ്മുടെ മര്യാദയാ. എന്നാ
ആമി തന്നെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ചെറിയച്ഛന്റെ കയ്യിൽ കൊടുത്തയച്ചാ മതി. ചെയ്യാം മോളെ, നീ അത് കൊടുക്ക്, ഞാനിപ്പോ വരാം. സാറൊന്ന് പുറത്തേക്ക് നിൽക്കോ? റിയ, 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 വേദന ഉണ്ടോ കയ്യില്? ഏയ്, കണ്ണൂർക്ക്. ഹസ്ബൻഡാണോ? ഹസ്ബൻഡാണോന്ന്? അല്ല, ഫ്രണ്ടാ. ഫ്രണ്ടാണോ? ആ. വരൂ. സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലേ? അപ്പോ പോലീസിൽ അറിയിക്കണം. അത് വേണ്ട ഡോക്ടർ, വേറെ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. ഇങ്ങനെ ആ കുട്ടി സെഡേഷനിലാണ് ഇപ്പോ. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ഡോക്ടർ, ഞങ്ങള് മാരേജ് ചെയ്യാൻ തീരുമാനിച്ചവരാ. ഞങ്ങളങ്ങ് സോൾവ് ചെയ്തോളാം. റിപ്പോർട്ട് ചെയ്യണ്ട പ്ലീസ്. നിങ്ങളുടെ പേരെന്താ? ബാലേന്ദ്രൻ. നിങ്ങൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഓഫീസ് സ്റ്റാഫിന് കൊടുക്കൂ. എന്നിട്ട് ക്യാബിനിലേക്ക് വരും.